എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേരള ബനാന ചിപ്സ് അഥവാ കായ വറുത്തതാണ്. ആദ്യമായിട്ടൊക്കെ ഉപ്പേരി വീട്ടിലുണ്ടാക്കുന്നവർക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പേരി എത്ര കിലോ കണക്കിന് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു കായ വറുത്തത് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല പാകമായിട്ടുള്ള 1.5 കിലോ അളവിൽ ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. പൊട്ടുകായ ഒരിക്കലും എടുക്കരുത്, നല്ല പാകമായിട്ടുള്ള ഏത്തക്കായ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഏത്തക്കായയുടെ ഒരു തൊലി ഒന്ന് പൊളിച്ചിട്ടെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുത്താൽ ഈസി ആയിട്ട് നല്ല പാകമായിട്ടുള്ള കായാണെങ്കിൽ തൊലി ഇതുപോലെ ഒന്ന് വിട്ടു വരുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ തൊലി ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഒരു ബാക്കി തൊലി എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചീകിയെടുത്താൽ മതി. ഇതുപോലെ കായയുടെ ഒരു തൊലി കളഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കായ പെട്ടെന്ന് തന്നെ അങ്ങ് കറുത്തു പോകും. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഒരു കായയുടെ തൊലി അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കത് തോരൻ വെക്കാനും വെറുതെ തോരൻ വെക്കാനും അല്ലെങ്കിൽ വൻപയറൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കായ എല്ലാം തന്നെ തൊലി കളഞ്ഞ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു വെള്ളമേ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ആ ഒരു വെള്ളമേ എല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഒരു കത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ എത്ര കിലോ ചിപ്സ് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കടകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാം അവർ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അവരും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് എല്ലാം തന്നെ റൗണ്ട് ഒരു ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മിക്സ് നമുക്ക് ലാസ്റ്റത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ബനാന ചിപ്സ് ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ചിപ്സിന് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് കിടക്കുന്ന സമയത്ത് തീയൊന്നും കുറയ്ക്കൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് വറുത്തിട്ടെടുത്താൽ കായലിലേക്ക് എണ്ണ കയറിയിട്ട് ആ ഒരു ചിപ്സിന് ഒരു എണ്ണയുടെ ഒരു ചൊവയുണ്ടാവും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തിട്ടെടുക്കുക. ഈ ഒരു ചിപ്സ് നന്നായിട്ട് എണ്ണക്കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ച് കോരി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിരികിരാന്നൊരു ശബ്ദം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചിപ്സ്. ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കാം. ഉപ്പുവെള്ളം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ചിപ്സ് എടുത്ത് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അത് കറക്റ്റ് ഒരു പാകത്തിനായോ എന്ന്. ഇതുപോലെ ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് എണ്ണയ്ക്ക് എത്തുന്നങ്ങ് കോരിയങ്ങ് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ചിപ്സും അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ചിപ്സ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കാവുന്നതാണ്. ഇതുപോലെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ എത്ര കിലോ ചിപ്സ് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചിപ്സ് വീട്ടിലുണ്ടാക്കുന്നവർ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.